ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ജിമ്മിന് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 20 ദിവസമായി. 22 ദിവസം, ഇന്നിപ്പോൾ 22ആണ്. അപ്പോൾ 21 ദിവസം. 1-ാം തീയതി ഞാൻ ജോയിൻ ചെയ്തു. പക്ഷേ 2-ാം തീയതി തൊട്ടാണ് കറക്റ്റായിട്ട് ട്രെയിനിങ് കിട്ടി തുടങ്ങിയത്. ഏകദേശം 2 ആഴ്ച ഇവിടെ ഇൻസ്ട്രക്ടർ കൂടി ഉണ്ടായിരുന്നു, കറക്റ്റ് ട്രെയിനിങ് ഒക്കെ പറഞ്ഞു തരാനും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തന്നെയാണത് കറക്റ്റായിട്ട് പോകുന്നത്. പിന്നെ ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചേട്ടന്മാരൊക്കെ ഉള്ള കാരണം അവരൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളതൊക്കെ. എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജിമ്മിന് പോകാന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിൽ വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് കൈവയ്ക്കുന്നത്. കാരണം കുറേ പേര് ഈ ഒരു ഫീൽഡിലുണ്ട്. ഇപ്പോൾ ജിമ്മ് എന്നൊരു ഫീൽഡിൽ, ബോഡി ബിൽഡിംഗ് എന്നുള്ളൊരു ഫീൽഡിലുണ്ട് കുറേ പേര്. എന്നിരുന്നാലും പക്ഷേ എന്താ പറയുക, നമ്മുടെ ഹെൽത്താണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് എന്നൊരു കാര്യം മനസ്സിലായപ്പോൾ ജിമ്മിലേക്ക് കൈവച്ചതാണ്. എന്തായാലും ഹെൽത്തിനെ പറ്റി ഒരു എന്താ പറയുക, ഒരു ധാരണയില്ലാത്ത ആൾക്കാർ ഹെൽത്ത് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഹെൽത്താണ് ഏറ്റവും വലിയൊരു അസറ്റ്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ജിമ്മിൽ ചേരാനും എന്താ പറയുക, ബോഡി ബിൽഡിങ് കറക്റ്റായിട്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റായിട്ടുള്ള ഹെൽത്ത് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട് ജിമ്മിന് പോയി തുടങ്ങിയപ്പോൾ. ഞാൻ 1 മാസം ആവുന്നുള്ളൂ. പക്ഷേ എന്താ പറയുക, എൻ്റെ ഒരു ഹെൽത്തിൻ്റെ കേസിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട്. പിന്നെന്താ പറയുക, ബോഡി ബിൽഡിങ്ങിലേക്ക് കൈവച്ചപ്പോൾ തന്നെ കുറേ ചേഞ്ചസ്. പിന്നെ നമ്മുടെ ശരീരം ഏജ് ആവും തോറും നമ്മുടെ ശരീരത്തിൻ്റെ ബോണുകളൊക്കെ ടൈറ്റ്, എന്താ പറയുക, ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്കൊക്കെ വന്നു തുടങ്ങും. ഇപ്പോൾ ചില ആംഗിളുകളൊക്കെ തിരിയാൻ പറ്റാത്ത അവസ്ഥകൾ, നെക്ക്, ഹാൻഡിൻ്റെ പൊസിഷൻസ്, അങ്ങനെ കുറേ കേസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു തുടങ്ങും. നമ്മൾ അധികം ഉപയോഗിക്കാറില്ല, എക്സസൈസും പരിപാടികളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ബോഡി ബിൽഡിങ്ങിലേക്ക് കൈവച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് എല്ലാ എക്സസൈസുകളും ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ എല്ലാം ഒരു ഫ്ലെക്സിബിൾ പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് ബോഡി ബിൽഡിങ് നല്ലൊരു ഓപ്ഷനായിരിക്കും എല്ലാവർക്കും. പിന്നെന്താ പറയുക, നമ്മുടെ അസറ്റായിട്ടുള്ള ഹെൽത്ത് നമുക്ക് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. വീക്കാവില്ല, ഒരിക്കലും ഹെൽത്ത് വീക്കാവില്ല. കാരണം കുറേ പേര് ഈ ഒരു ഫീൽഡിലുണ്ട്, പല ഏജിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. 50 വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഈ ഫീൽഡിൽ. അപ്പോൾ ഹെൽത്താണ് ഏറ്റവും വലിയ അസറ്റായിട്ടുള്ള ഒന്ന്. അതെല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കാരണം ഹെൽത്ത് പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും ഒരു കാര്യമില്ല. എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ഹെൽത്ത് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഹെൽത്താണ് ഇമ്പോർട്ടൻ്റ് ആയത്. അപ്പോൾ എല്ലാവരും സാധിക്കുമോ എക്സസൈസ്, അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജിമ്മിന് 1 മണിക്കൂറോ 2 മണിക്കൂറോ റെഗുലർ പോയി. ഒരാളും എന്താ പറയുക, മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ച് ജയിച്ച് കപ്പടിക്കാന്നൊന്നല്ല പറയുന്നത്. നമ്മുടെ ഹെൽത്താണ് ഇമ്പോർട്ടൻ്റ്. അപ്പം എല്ലാവരും പരമാവധി ശ്രമിക്കുക നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാനായിട്ട്. കാരണം എല്ലാവർക്കും അതിൻ്റേതായ ഒരു ഗട്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു ഇതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. എല്ലാവർക്കും എന്താ പറയുക, ഒരു നാക്കുണ്ട്. ആ ഒരു നാക്കിൽ വന്ന് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സെറ്റാവുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നാക്കിൽ എത്തിപ്പെടാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഞാനിപ്പോൾ ജിമ്മിൽ ചേർന്ന് കൊടുത്ത് കുറേ മിക്സ്ഡ് ജിമ്മാണ്, ബോയ്സും ഗേൾസും ഉണ്ട്. പക്ഷെ ഇഷ്ടം പോലെ പല ടൈപ്പുള്ള ആൾക്കാർ, ചെറുപ്പക്കാർ വരുന്നുണ്ട്, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്, മിഡിൽ ഏജുകാർ, സ്റ്റുഡൻസ്, അങ്ങനെ കുറേ ടൈപ്പുകാർ വരുന്നുണ്ട്. അപ്പോൾ അവർ നല്ല സപ്പോർട്ടാണ്. അതുപോലെ നല്ല പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ അവർ കാര്യം പറയും, ഇങ്ങനെ ചെയ്യണം. കുറേ ചേട്ടന്മാർ കുറേ പറഞ്ഞു തരാറുണ്ട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറേ കാര്യങ്ങൾ, ടിപ്പുകളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു ഉപകാരമാണ്. ട്രെയിനറിൻ്റെ ഭാവത്തിൽ പോലും റെഡിക്ക് ഞാൻ ഉദ്ദേശിച്ച ട്രെയിനറൊക്കെ എന്ന് പറയുമ്പോൾ 1 മാസമൊക്കെ അല്ല 2 മാസം ട്രെയിനിങ് ഒക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നല്ല. ഇവിടെ 1 ആഴ്ച 2 ആഴ്ച മാക്സിമം, ഇതാണ് ഇങ്ങനെയാന്നൊക്കെ പറയും. അങ്ങനെയാണ്
അത്ര തന്നെയുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ എഫേർട്ട് എടുത്ത് ചെയ്യുക. പിന്നെ വേറൊരു ഇഷ്യൂ കണ്ടത്, പല ടൈപ്പുള്ള ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ അവരിങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലവർ 2 കൊല്ലം 3 കൊല്ലമൊക്കെ ആയിട്ട് നല്ലൊരു ബോഡി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ ഓ മൈ ഗോഡ്, ഇത്രയും വലിയ ബോഡിയൊക്കെ ഉണ്ടല്ലോ, നമ്മളൊക്കെ എന്നാവാനാണെന്നുള്ള ചിന്താഗതി ഡിപ്രഷൻ അടിച്ച് പോയി അങ്ങനെ പോകില്ലല്ലോ. നമ്മൾ നമ്മുടെ ശരീരത്തിൽ വിശ്വസിച്ച് നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലാവണ്ട. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ ഇനി ഇതിനെപ്പറ്റി ചിന്തിക്കാത്തവരുണ്ടെങ്കിൽ, അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്, നല്ലൊരു ബോഡി ബിൽഡിങ്ങിനെ പറ്റി ചിന്തിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. ഇനിയുള്ളൊരു ജീവിതത്തിലേക്ക് അതൊരു വലിയൊരു അസറ്റാണ്. പൈസേനെ പറ്റി നോക്കേണ്ട ആവശ്യമില്ല. മന്ത്ലി ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ പറ്റി നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് വലിയൊരു അസറ്റായിരിക്കും ലൈഫിലേക്ക്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.